ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് പോണ്ടിച്ചേരി വരെ പോവാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കാണണം, പിന്നെ പോണ്ടിച്ചേരി സ്ഥലങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ബസ്സിനായിട്ട് ഇറങ്ങി. 5 മണിക്കായിരുന്നു ബസ്. ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങി. നല്ല ബ്ലോക്കായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി. A1 ട്രാവൽസിൻ്റെ ബസ്സായിരുന്നു. സ്ലീപ്പറും സെമി സ്ലീപ്പറും അതിലൊരു ബസ്സാണ്. അതിൽ ഞങ്ങൾ സെമി സ്ലീപ്പറാണ് ചെയ്തത്. പിന്നെ നല്ല കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റിയതാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു AC വെൻറ്റും ഒരു ലൈറ്റും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് സ്ലീപ്പറാണ്. 2 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു ഇതാണ് വരുന്നത്. തൊട്ടിപ്പുറത്ത് സെമി സ്ലീപ്പർ സീറ്റാണ് വരുന്നത്. പിന്നെ ബസ് എടുത്ത് തുടങ്ങി. നല്ല മഴയായിരുന്നു, നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്തു. നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്നതാണ് റാവിസ് 5 സ്റ്റാർ ഹോട്ടൽ, കടവ് റിസോർട്ട് എന്നും പറയും. നല്ല മഴയായിരുന്നു പെയ്തത്. പിന്നെ ഒരു സെപ്പറേറ്റ് ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്, ഒരു USB കണക്ടറും വരുന്നുണ്ട്. പിന്നെ ലെഗ് റെസ്റ്റും ചെയ്യാൻ പറ്റും. സെമി സ്ലീപ്പറിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സെറ്റപ്പ് വരുന്നുള്ളൂ. പക്ഷേ സ്ലീപ്പറിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് കിടന്നു പോകാൻ പറ്റും. അങ്ങനെ 5 സീറ്റ് ബുക്ക് ചെയ്ത് മുന്നിലായിരുന്നു. അപ്പോൾ മുന്നിലേക്ക് പോയി. തുടർച്ചയായി നല്ല മഴയും പാലക്കാട് വരെ നല്ല മഴ കിട്ടി. അങ്ങനെ പാലക്കാട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഒരു ഹോട്ടലിൽ, അത് ബസ് സൈഡാക്കിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ചായിട്ട് 2 പൊറോട്ടയും പിന്നെ മുട്ടക്കറിയാണുള്ളത്, അതും കഴിച്ചു. അങ്ങനെ തിരിച്ച് പിന്നെ ബസ് കയറി ബസ് എടുത്ത് തുടങ്ങി. പോണ്ടിച്ചേരി റൈറ്റ് ആ ബസ് കിട്ടി നോക്കല്ലേ. ബസ് കിട്ടിയ ബസ് പോയാ പറയണ്ട, നമ്മുടെ സീനാണ്. ബസ്സിൽ ഇറങ്ങി അപ്പം ഒരു ഓട്ടോറിക്ഷക്കാർ, ഒരു കാര്യമില്ല. ഒന്നുമില്ല. 2 കിലോമീറ്റർ നടന്നാൽ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ പോയാൽ പിന്നെ ഈ ഒരു പൈസക്ക് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റും. ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നോക്കിയൊക്കെ അങ്ങനെയുണ്ട് സ്ഥലം. അതാണെങ്കിൽ സ്റ്റേ ചെയ്യാം. രണ്ട് കിലോമീറ്റർ റൈറ്റാ? 2 കിലോമീറ്റർ ദൂരത്തില്. അതാ 2 കിലോമീറ്ററാ. ഏനോ നമ്മളവിടെ 30 റുപ്യ. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി ടൗണിലാണുള്ളത്. ഏതോ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു. ഫുള്ള് ലൈറ്റൊക്കെ എത്തി ചേച്ചിക്കുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ അവിടെ വന്ന് നിർത്തുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് പുറത്തുനിന്ന് വരുന്ന ബസ് നിർത്തുന്ന സ്ഥലം. അവിടെ ബസ് സ്റ്റാൻഡിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് ബസ് സ്റ്റാൻഡ് ഒരു പുതിയതായിട്ട് ഉണ്ടാക്കാനെ കൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പള്ളിപ്പെരുന്നാളൊക്കെ നോക്കിന്ന് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വിചാരിച്ചു ചേച്ചീൻ്റെ അടുത്ത് പോയി. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ച് സ്ട്രെയിറ്റ് പോയാലാണ് ബസ് സ്റ്റാൻഡ്. ബസ് പോയി ബസ് കയറാനായിരിക്കാണ്. അറിയില്ല, പോയോക്കട്ടെ. അങ്ങനെ ചായയും കയ്യിലെടുത്ത് ഞങ്ങൾ മെല്ലെ സ്റ്റാൻഡിലേക്ക് നടന്ന്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഏട്ടൻ നായായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. മച്ചാൻ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കി മെല്ലെ മുന്നോട്ട് നടക്കുക. കുറച്ച് ദൂരം നടക്കാണ്ട്, ഒരു 2 കിലോമീറ്റർ നടക്കാണ്ട് ഞങ്ങൾ ഇറങ്ങി കൊടുത്തിരുന്ന സ്റ്റാൻഡിലേക്ക്. അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന്. വേറൊരു പ്രശ്നം നടക്കുന്നത്, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് നമുക്ക് തട്ടിയും മുട്ടി നടക്കാണ്ട് വരും. അത്രയ്ക്ക് ഓട്ടോറിക്ഷക്കാരുണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും എല്ലാവരും. അവിടെ പോവാ ഇവിടെ പോവാ, എത്ര പൈസ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും നോക്കേണ്ട, ബസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ നമ്മൾ മെല്ലെ മുന്നോട്ട് കടന്ന്. അവിടെ എന്തോ പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഫുള്ള് കൊടിയൊക്കെ ആയിട്ട് എന്തോ സമ്മേളനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന്
ഒരു 2 കിലോമീറ്ററല്ലേ നടക്കേ. ഭയങ്കര കത്തി റേറ്റ് അവിടെ ഓട്ടോക്കൊക്കെ. 2 കിലോമീറ്റർ പോകാൻ ഇവർ 100-150 പറയുന്നത്. പിന്നെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി വിട്ടരാന്നൊക്കെ പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഇവർ 500 റുപ്യ പറയുന്നത് 13 കിലോമീറ്റർ പോകാൻ. നമ്മൾ ബസ് എടുക്കാൻ വിചാരിച്ചു. ബസ് എടുത്താൽ എത്ര കത്തിയാവില്ല. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ നടക്കാണ് കാഴ്ച. ഞങ്ങളിവിടെ നിർത്തിയിരുന്നൊരു 4-5 ഓട്ടോക്കാർ ഞങ്ങളുടെ തോന്നിക്കും. നടക്കുമ്പോൾ ഇവർ ബസ് പോണ്ട, ചിലവ് കൂടും, ഓട്ടോറിക്ഷ പോരി 400 റുപ്യ എന്നാൽ മതി, 500 റുപ്യ എന്നാൽ അറിയും. ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരപ്പം വിട്ടാവും, നോക്കൂല. പാർട്ടി സമ്മേളനം സംതിങ് എന്തോ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു മാളാണ്, പ്രൊവിഡൻസ് മാൾ. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പോലെ താൽക്കാലികമായ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. മറ്റേ ബസ് സ്റ്റാൻഡിന് എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ട് സെറ്റാക്കിയതാണ്. അങ്ങനെ ഇവിടെ എല്ലാ ഭാഗത്തേക്കുള്ള ബസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോണ്ടിച്ചേരിക്കുള്ള ബസ് കയറുന്നത്. യൂണിവേഴ്സിറ്റിക്കുള്ള ബസ് ഇവിടെ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ കുറേ ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്, പോണ്ടിച്ചേരി ട്രാവൽസിൻ്റെ ഉണ്ട്, നമ്മളെ KSRTC മാതിരി. അപ്പോൾ അത് പോയോക്കട്ടെ എന്താവുന്ന അവസ്ഥ. ഗൈസ്, അവസാനം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. MSRലാണ് നമ്മൾ പോകുന്നത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക്. അങ്ങനെ നമ്മളെ യൂണിവേഴ്സിറ്റിക്കുള്ള ബസ് കയറി സീറ്റ് ഉറപ്പിച്ച്. ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ടിക്കറ്റ് വേണ്ട, പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ബസ് കയറിയിരുന്ന ഒരു 5 മിനിറ്റോളം കഴിഞ്ഞേരം ബസ്സിൻ്റെ ഡ്രൈവർ വന്ന് ബസ് എടുക്കാൻ തുടങ്ങി. ബസ് എടുത്ത് കണ്ടക്ടർ വന്ന് യൂണിവേഴ്സിറ്റിക്ക് ടിക്കറ്റ് എടുത്ത് ആകെ 2 ആൾക്ക് 26 റുപ്യ ആയിട്ടുള്ളൂ, ഒരാൾക്ക് 13 റുപ്യയുടെ അടുത്തേ വരുന്നുള്ളൂ. ഇത് നമുക്ക് വേണ്ടിയിട്ട് 8:30 മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയായിരിച്ച്. ബീച്ച് ഇവിടെ എടുത്താന്നാണ് പറഞ്ഞത്, പോയോട്ടെ. ഇതിലോടി പോയാൽ ബീച്ചിലേക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. പോയി നോക്കാം. എന്തായാലും 8 മണിക്ക് 8:30 ഗേറ്റ് തുറക്കുള്ളൂ. അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിട്ടുണ്ടല്ലോ, 7 മണിയായിട്ടേ ഉള്ളൂ. ബീച്ചിൽ പോയായിരിച്ചു. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ലോക്കൽ ഏരിയ അല്ലേ? ഒരു അമ്പലമുണ്ട്. വിജനമായ ഏരിയ. പോയി നോക്കാം നമുക്ക് ബീച്ചിലെത്തുമോ ഇല്ലയോ എന്ന്. ഒരു കാക്ക. അങ്ങനെ അവസാനം നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സൺറൈസ് കാണാൻ പറ്റിയാലും ഭാഗ്യമില്ല, സൺറൈസ് ആയിപ്പോയി. പക്ഷെ സണ്ണിന് എവിടെയും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്, മേഘത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന്. റെഡിയും നമ്മളെ നാട്ടിൽ കടലിൽ സണ്ണ് സെറ്റല്ലേ ചെയ്യുക, ഇവിടെ കടലിൽ സൺറൈസ് ചെയ്യുക. കാരണം അപ്പോൾ നമ്മൾ നല്ല ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു ചായ കുടിക്കാൻ വിചാരിച്ച്. 8 മണിയായി സമയം. അപ്പോൾ ചായ കുടിച്ചിട്ട് മെല്ലെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ചായ കുടിച്ച് കാണാം. ഞങ്ങൾ തിരിച്ച് വന്നേരം സെക്യൂരിറ്റീസൊക്കെ ആൾക്കാരെ കടത്തി വിടുന്നതിന്. അപ്പോൾ ഞങ്ങളും കയറാൻ വിചാരിച്ച് പോയി അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഉള്ളിലേക്ക് കയറി. യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ 800 ഏക്കർ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി മൊത്തം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.